ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചോലെ ഭട്ടൂരയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച കടലയാണിത്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിലടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു തവ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റാം. ഉള്ളിയൊക്കെ കുറച്ച് വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് അരച്ചെടുക്കും. പിന്നെ അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, കാര്യം എല്ലാം ലാസ്റ്റ് നമ്മൾ അരയ്ക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇട്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ ചോലയും മസാലയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോലെ മസാല ഇട്ട് കൊടുക്കണം. അത് 1-1.5 സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തു. ഞാൻ 1.5 സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ചൂട് കുറഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് ജാറിലേക്ക് മാറ്റാം. ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഒരുപാട് അരയരുത്, എന്നാൽ തീരെ അരയാനും പാടില്ല. ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുക്കണം. പിന്നെ നമുക്കിതുപോലെ തവ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് നിറയെ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ജീരകം ഇട്ടിട്ട് ഇതൊന്നും നല്ല മൂത്തിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് മസാല, നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഓൾറെഡി പച്ചമണമൊക്കെ മാറി എല്ലാം വെന്ത് വന്നതാണ്. അപ്പം നമുക്കിത് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കടലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാനിത് മല്ലിയില ഇട്ട് കൊടുത്തു കുറച്ച്. ഇനി നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. കസൂരി മേത്തി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിത് സ്റ്റൗ ഓഫാക്കാവുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഭട്ടൂരെ ചുട്ടെടുക്കാം. ഭട്ടൂരെ റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഭട്ടൂരെ ചോലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സമാധാനത്തോടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.